ഹലോ ഗായ്സ്, ഇത് വിജയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഭംഗിയിൽ ഐബ്രോസ് ചെയ്യാമെന്ന് ഉള്ള ഒരു സ്മോൾ ട്യൂട്ടോറിയൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഐബ്രോസ് വെരി നാച്ചുറലാണ്. രണ്ട് ഐബ്രോസും ഇത്ര തന്നെ തിക്നെസ് ഉള്ളൂ ആൻഡ് ഇത്ര തന്നെ ഡാർക്ക് ഉള്ളൂ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അനുസരിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ഐബ്രോ പൗഡർ വെച്ചിട്ടും മറ്റേ ഐബ്രോ ജെല്ല് വെച്ചിട്ടുമാണ് ഷേപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ആവുമല്ലോ. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അത് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിനുള്ള ടൂൾസ് നമ്മൾ പറയണത് ഈ ബ്രഷുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഒരു ബ്രഷ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്പൂളി. ബാക്കിയുള്ളവ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു കോട്ടനും കേട്ടോ തുടയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഐബ്രോ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാജൽ ബേസ്ഡായിട്ട് ഞാൻ ഒരു ഐബ്രോ ഷേപ്പ് ചെയ്യാൻ പോകണം. അതിനൊരു നാരോ ആയിട്ടുള്ള ഒരു ഐബ്രോ ബ്രഷ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും മേക്കപ്പ് കിറ്റിൽ കിട്ടും. അപ്പോൾ ആ ഒരു നാരോ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഐബ്രോ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ജെല്ല് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ ബ്രഷിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം നോസിൻ്റെ അടുത്തുള്ള സ്ഥലം തൊട്ട് നമ്മൾ ബാക്ക്വേർഡ് നമ്മളിങ്ങനെ സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോയുടെ താഴെയുള്ള ഭാഗത്തിലേക്ക് നമ്മളിങ്ങനെ സ്ട്രോക്ക് ചെയ്ത് പോകുന്നുണ്ട്, നോസ് തൊട്ട് ഐസിൻ്റെ കോർണറിലേക്ക്. നമ്മൾ അതേപോലെ നമ്മൾ ഈ ആർക്ക് എത്തുമ്പോൾ അവിടുന്ന് നമ്മൾ ഡൗൺ ആയിട്ടും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു മിറർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണേ. ആക്ച്വലി എനിക്ക് മൊബൈലിൽ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർക്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് ഡൗൺവേർഡ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നുകൂടി ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ബേസ് നോസ് ടു ആർക്ക് വരുന്ന വരെ ബാക്ക്വേർഡ് ആൻഡ് ആർക്കിന്ന് എഗെയിൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നോസ് ടു ബാക്ക്വേർഡ് ആർക്ക് വരുന്ന സ്ഥലത്ത് അവിടുന്ന് നമ്മൾ ഡൗൺവേർഡ് നാരോ പോയിൻ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ താഴേക്ക് ഡൗൺവേർഡ് സ്ട്രോക്ക്. അപ്പോൾ ഇത് ബേസായി. ഇനി കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ അപ്പർ ഐബ്രോസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൽ നമ്മൾ നോസിൻ്റെ അടുത്തു നിന്നല്ല, കുറച്ച് നോസിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ബാക്കിലേക്ക് നീക്കിയിട്ട് അവിടുന്ന് ഇതേപോലെ തന്നെ ബാക്ക് സ്ട്രോക്ക് ചെയ്യുക. പിന്നെ ആ കൂർത്ത ഭാഗം വരുമ്പോൾ അവിടുന്ന് ഡൗൺവേർഡിലേക്ക് ചെയ്യുക. രണ്ട് സ്ഥലത്തും നമ്മളിങ്ങനെ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലൊന്നും അപ്വേർഡ് സ്ട്രോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്പൂളി എടുത്തിട്ട് ഈ ഡൗൺവേർഡ് ടു അപ്വേർഡ് മോഷനിൽ ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേളിൽ വരച്ച ആ ലൈനും ഐബ്രോൻ്റെ താഴെ വരച്ച ലൈനിൻ്റെയും കൺമഷി നമ്മൾ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്പൂളി ബ്രഷ് ചെയ്യുമ്പോൾ ഫില്ലായി പൊക്കോളും. അപ്പോൾ നമുക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോസിൻ്റെ നടുവിൽ ഒരു പ്രോഡക്റ്റും തേക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഐബ്രോസിൻ്റെ ഡൗൺ ഏരിയയിൽ ഒന്ന് വരച്ചു കൊടുക്കുക ആ ഷേപ്പ്. അതിൻ്റെ അതേപോലെ തന്നെ ഐബ്രോസിൻ്റെ മുടിയുടെ ഐബ്രോസിൻ്റെ അപ്വേർഡ് സ്ഥലത്തും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ സ്പൂളി വെച്ച് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അപ്വേർഡ് പ്രോഡക്റ്റും ഐബ്രോസിൻ്റെ ഡൗൺവേർഡിൽ വരച്ച പ്രോഡക്റ്റും ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പൂളി വയ്ക്കുമ്പോൾ ഇത് ഫില്ലായി പൊക്കോളും. നമ്മുടെ ഐബ്രോസിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് നിറം ഫില്ലായി കൊടുത്തോളും. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കണു. ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോസിൻ്റെ നടുവിൽ ഒരു പ്രോഡക്റ്റും തേക്കേണ്ട ആവശ്യമില്ല. ഓൺലി ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് മാത്രം വരച്ച് ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ സ്പൂളി വെച്ച് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐബ്രോസ് ഉള്ളിൽ ഫില്ലാവും. ഇനി നെക്സ്റ്റ് ഐബ്രോസ് ഞാൻ ചെയ്യണത് ഒരു പൗഡർ ബേസ്ഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ഞാൻ ലിങ്ക് ചെയ്ത് തരാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചെറിയ കുട്ടി ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് ഇതിലിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ബ്രൗണും ഉണ്ട് ബ്ലാക്ക് പൗഡറും ഉണ്ട്. പക്ഷേ ബ്ലാക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് മറ്റേ ഐബ്രോ നമ്മൾ ഒരു ബ്ലാക്ക് ജെല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഐബ്രോ ബ്ലാക്കും മറ്റേ ഐബ്രോ ബ്രൗണും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ഐബ്രോ ഞാൻ ഇതേപോലെ തന്നെ ബ്ലാക്ക് പൗഡർ യൂസ് ചെയ്യണം. അതേ സെയിം ടെക്നിക്ക് ഐബ്രോസ് വരയ്ക്കുമ്പോൾ ഒരു ടെക്നിക്കുള്ളൂ. ആദ്യം താഴെയുള്ള ഐബ്രോ നിങ്ങൾക്ക്
നിങ്ങളുടെ നാച്ചുറൽ ഐബ്രോ ഷേപ്പിൻ്റെ പ്രകാരം ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അത് 2-3 പ്രാവശ്യം ഒന്ന് നന്നായി നിങ്ങളുടെ ബ്രോൻ്റെ നാച്ചുറൽ ഷേപ്പ് ഫോളോ ചെയ്തിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് പ്രോഡക്റ്റ് കൂടി എടുത്തിട്ട് ഐബ്രോസിൻ്റെ മേളിലും അതേ നാച്ചുറൽ നിങ്ങളുടെ ഐബ്രോസിൻ്റെ നാച്ചുറൽ ഷേപ്പിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡൗൺവേർഡിലും നമ്മൾ ഒന്ന് ഐബ്രോ വരച്ചു കൊടുത്തു, അതേപോലെ ഐബ്രോസിൻ്റെ അപ്പർ സൈഡിലും നമ്മളിങ്ങനെ അവനവൻ്റെ നാച്ചുറൽ ഐബ്രോ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. ഞാനിപ്പോഴും നടുവിൽ ഒരു പ്രോഡക്റ്റും ഐബ്രോസിൻ്റെ തേച്ചിട്ടില്ല. ഐ മീൻ നടുവിലുള്ള മുടിയിൽ മുടികളുടെ ഉള്ളിൽ ഞാൻ ഒരു പ്രോഡക്റ്റും ഇട്ടിട്ടില്ല. ഓൺലി ഐബ്രോ മുടിയുടെ റൂട്ട്സിലും ഐബ്രോ മുടിയുടെ ടിപ്സിലും മാത്രം നാച്ചുറൽ ഐബ്രോ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം. അതേപോലെ നമ്മുടെ നോസിൻ്റെ അടുത്തുള്ള മുടി ഐബ്രോൻ്റെ നമ്മൾ ഇത്തിരി അപ്വേർഡ്, ആ മുടി വളരുന്ന അനുസരിച്ചുള്ള ഷേപ്പിൽ അപ്വേർഡ് ആയിരിക്കും നാച്ചുറലി എല്ലാവരുടെയും നോസിൻ്റെ അടുത്ത് വരുമ്പോൾ മുടിയുടെ ഷേപ്പ്. അപ്പോൾ ഒന്ന് മുകളിലേക്ക് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ 2 അപ്പറും ഡൗണും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ ഈ സ്പൂളിൽ വെച്ചിട്ട് ചെയ്തിട്ടില്ല ഈ ഇപ്പോൾ വരച്ച ഐബ്രോയുടെ, പക്ഷേ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് നേരത്തെ വരച്ച ഐബ്രോസിൻ്റെ ഔട്ടർ ലൈൻ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നി. അപ്പം ഞാൻ വീണ്ടും ഐബ്രോ ജെല്ല് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായി ഷേപ്പ് സെറ്റാക്കി വരണം. കുറച്ച് എൻ്റെ ഈ ഡൗണിലേക്ക് പോകണ ഈ കൂർത്ത ഭാഗത്തുനിന്ന് താഴേക്ക് വരുന്ന ഐബ്രോസ് എൻ്റെ കുറച്ച് ലൈറ്റാണ് ഹെയർ കളറ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഞാൻ സെറ്റ് ചെയ്യണം, ഒന്ന് ഡാർക്കാക്കാൻ. ഓക്കെ, ഇത് നമുക്ക് ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആവുന്നതേ ഉള്ളൂ. ഇത് തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര തോന്നും, ഭയങ്കര ഡാർക്കായി പോയോ. പിന്നീട് നമ്മളത് ഇട്ട് നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഫൈനൽ ചെയ്യാൻ പറ്റാണ്ടാവും. ബിക്കോസ് ഐബ്രോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഒരു പേഴ്സണാലിറ്റി ഫേസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ മുടി കെട്ടി വെച്ചൊക്കെയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയോളൂ, ഐബ്രോസ് ഇപ്പോൾ ഷേപ്പൊന്നും ചെയ്തില്ലെങ്കിലും അത്ര പേഴ്സണാലിറ്റി അങ്ങോട്ട് വരുന്നില്ല. ഇനി ഞാൻ ഇതിൻ്റെ ചേഞ്ച് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഐബ്രോസും സ്പൂളിൽ വെച്ച് നല്ല വൃത്തിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ 3 ഫിംഗർ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഫോർഹെഡ് ടെമ്പിൾ ഏരിയയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് ബ്രഷ് ചെയ്യുമ്പോൾ നല്ല ഈസിലി ഫില്ലായി പോകും കേട്ടോ. എൻ്റെ 2 ഐബ്രോസിലും ഞാൻ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് ഞാൻ നടുവിൽ ഐബ്രോയുടെ ഒട്ടും തേച്ചിട്ടില്ല. ഓൺലി 2 ഐബ്രോയുടെയും ഡൗൺ ഏരിയയിൽ ഈ മുടി വളരുന്ന സ്ഥലത്ത് റൂട്ട് ഏരിയയിലും ആൻഡ് മുടിയുടെ ടിപ്പ് ഏരിയയിലും ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പൂളിൽ വെച്ചിട്ടാണ് ഈ മുഴുവൻ ഷേപ്പിംഗ് പരിപാടി. ഇപ്പോഴും ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഷേപ്പ് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്രോഡക്റ്റ് വീണ്ടും എടുത്തിട്ട് ഐബ്രോസിൻ്റെ മുടിയുടെ നടുവിലൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കില്ല, ആകെ കൊളായി പോട്ടാ. നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ 2 ഐബ്രോസിനും ബോർഡർ കൊടുക്കുക. പിന്നെ ഈ സ്പൂളിൽ വെച്ചിട്ട് തന്നെ മാക്സിമം ഇങ്ങനെ ബ്രഷ് ചെയ്ത് നമ്മൾ ഈ പ്രോഡക്റ്റിനെ നമ്മുടെ ഐബ്രോസിൻ്റെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഷേപ്പായി പോവും. ഒരിക്കലും പ്രോഡക്റ്റ് ഐബ്രോസിൻ്റെ മിഡിൽ പാർട്ടിൽ തേക്കല്ലേ, ഓൺലി ഓൺ ബോർഡേഴ്സ്. ഇനി കുറച്ചുകൂടി എൻഹാൻസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാലറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ. ഐ ഷാഡോ പാലറ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ, കൺസീലർ ഉണ്ടെങ്കിൽ കൺസീലർ, ഏത് വേണമെങ്കിലും എടുക്കുക. അതിൽ നമ്മുടെ സ്കിൻ ടോണിനും ഏറ്റവും അടുത്ത ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഈ ഐബ്രോസിൻ്റെ ബോർഡേഴ്സിൻ്റെ താഴെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഐബ്രോസ് നല്ലോണം പോപ്പപ്പായി വരും നല്ല ഷേപ്പിൽ. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഒട്ടും ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മുടി ത്രെഡ് ചെയ്യാൻ
ഇതിട്ട് 3 മാസമായിട്ടാണ് ഞാൻ ഐബ്രോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ കുറച്ച് ഐബ്രോസിൻ്റെ താഴെ അവിടെ ഇവിടെയൊക്കെ ത്രെഡ് ചെയ്യാത്ത അൺവാണ്ടഡ് ഹെയർ ഉണ്ട്. അപ്പോൾ ഈ ഹെയർ നമുക്ക് കൺസീൽ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ കൺസീലർ, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്തത്, അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു ഐ ഷാഡോ പാലറ്റിന് ഏറ്റവും നമ്മുടെ സ്കിന്നിന് അടുത്ത് മാച്ച് ചെയ്യണ സ്കിൻ കളർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആ അൺവാണ്ടഡ് ഹെയറിനെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഐബ്രോസിൻ്റെ ബോർഡേഴ്സിൻ്റെ ക്രീസൊക്കെ നല്ല നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ അൺവാണ്ടഡ് സ്മോൾ പ്ലക്ക് ചെയ്യാത്തയും ത്രെഡ് ചെയ്യാത്തയും ഹെയർ നമുക്കിങ്ങനെ കൺസീൽ ചെയ്യാം. ഇങ്ങനെ ഈ ഒന്നെങ്കിൽ കൺസീലറാ അല്ലെങ്കിൽ ഫൗണ്ടേഷനാ അല്ലെങ്കിൽ നമ്മുടെ ഐ ഷാഡോ പാലറ്റിന് ഏതെങ്കിലും നിയർ ബൈ സ്കിൻ ടോൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ആ കുട്ടി കുട്ടി ഹെയർ ഉള്ളതൊക്കെ ഞാനിങ്ങനെ കൺസീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അധികം വിസിബിൾ ആവില്ല. അടുത്ത് വന്നാൽ വിസിബിൾ ആയിരിക്കും, ബിക്കോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുവിധം നമുക്കിപ്പോൾ ത്രെഡ് ചെയ്യാൻ സമയമില്ല. നമുക്ക് ത്രെഡ് ചെയ്യാണ്ട് തന്നെ ഐബ്രോ ഷേപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകണം. ഒരു നൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ, നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ നൈറ്റ് ഫങ്ഷനോ അല്ലെങ്കിൽ നൈറ്റ് ഔട്ടിനോ എങ്ങാനും പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നൈറ്റിൽ പൊതുവേ ഈ സ്മോൾ ഹെയർ നമ്മൾ ത്രെഡ് ചെയ്യാത്തത് ഹൈഡായി പോട്ടാ ഈ നമ്മൾ ഈ കൺസീൽ ചെയ്യുമ്പോൾ. അപ്പോൾ അത്ര വിസിബിൾ ആവില്ല. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഐബ്രോസിൻ്റെ മുകളിലും ഞാൻ അൺവാണ്ടഡ് ഹെയർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഈ പൗഡർ വെച്ചിട്ട് ഒന്ന് കൺസീൽ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ അൺവാണ്ടഡ് നമ്മൾ ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാത്ത ഹെയർ കൺസീലാവും. രണ്ടാമത്തത് നമ്മുടെ ഐബ്രോ ഒന്ന് ഒരു നീറ്റ് ലുക്ക് നമ്മുടെ ഐബ്രോയ്ക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഐബ്രോൻ്റെ അപ്പർ പാർട്ടും ഐബ്രോയുടെ ഡൗൺ പാർട്ടും നമ്മളിങ്ങനെ പൗഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൺസീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബനാന പൗഡർ വെച്ചിട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. ഞാനിപ്പോഴും ഒന്നുകൂടി ഒന്ന് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യണം. ആക്ച്വലി യങ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്ര ടച്ചപ്പിൻ്റെ ആവശ്യം വരില്ല, ബിക്കോസ് അവർക്ക് നാച്ചുറലി നല്ല ഗ്രോത്തുള്ള ഐബ്രോ ആയിരിക്കും. ഇതിപ്പോൾ എനിക്ക് ഇത്തിരി ഏജ് കാരണം എൻ്റെ പ്രായത്തിനനുസരിച്ചും കുറച്ച് ഹെയറിൻ്റെ കളറ് ലൈറ്റായി പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത്തിരി ടച്ചപ്പിന് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കുട്ടികൾക്കും കോളേജ് ഗോയിങ് ഗേൾസും ഒക്കെ വെരി ഈസിലി ഇത് ഫസ്റ്റ് സ്റ്റൈൽ തന്നെ സ്പൂളി കൊണ്ട് ഒന്നങ്ങനെ ബ്രഷപ്പ് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയിൽ വരും കേട്ടോ. അല്ല അധികം ടച്ചപ്പിൻ്റെ ആവശ്യമേ വരില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് നല്ല ഭംഗിയിൽ നാച്ചുറലി അത് ഷേപ്പ് വരും ഐബ്രോസിന് ആൻഡ് ഡാർക്കും. ബിക്കോസ് അവർ യങ് ആയ കാരണം അവരുടെ ഓൾറെഡി നാച്ചുറൽ ഹെയർ കളർ ഐബ്രോയുടെ ഭയങ്കര ഡാർക്കായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഏജിന് എൻ്റെ ഈ ഐബ്രോയുടെ 2 കൂർത്ത ഭാഗത്തു നിന്നും താഴെയുള്ള ഭാഗത്തെ മുടി ഇത്തിരി ലൈറ്റായി പോവാണ്. അപ്പോൾ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യേണ്ടി വരുന്നു. അതേപോലെ ഇപ്പോൾ ഞാൻ ഈ ഐബ്രോ ഫൈനൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ഐബ്രോയിലേക്ക് ഞാൻ അതേപോലെ തന്നെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇത്ര ടച്ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ മുടി ഈ ഐബ്രോയിൽ ഒരു മാച്ച് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതെനിക്കും അറിയാം. ആക്ച്വലി ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതിനായിട്ട് സ്പെഷ്യലി ഒരു പ്രിപ്പറേഷനൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പം മുടി അയച്ചിട്ട് ഇതിങ്ങനെ ഒരു ലുക്ക് നിങ്ങളുടെ ഐബ്രോ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് കൊടുക്കും കേട്ടോ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഐബ്രോസ് ആരും പറയില്ലേക്ക് നിങ്ങൾ ത്രെഡ് ചെയ്തിട്ടില്ല. ഒരു നാച്ചുറൽ ഷേപ്പ് നിങ്ങളുടെ ഐബ്രോസിന് കിട്ടണമുണ്ട്, ലെങ്ത്തും ഐബ്രോസിന് കിട്ടുന്നുണ്ട്. അതേപോലെ ഐബ്രോസ് ഇത്തിരി നാച്ചുറലി ലൈറ്റായി ഐബ്രോ ആയിരുന്നു എൻ്റെ. അപ്പോൾ അത് ഇത്തിരി കൂടി ഒന്ന് ഡാർക്കായി കിട്ടും. ഓരോ ഹെയർ സ്റ്റൈലിലും ഐബ്രോസിൻ്റെ റോള് മാറണമുണ്ട്. ഇപ്പം ഞാൻ മുടി അഴിച്ചിട്ടപ്പോൾ അപ്പോൾ ഐബ്രോസ് വേറെ രീതിയിലായിരുന്നു എൻ്റെ ഫേസിനെ എൻഹാൻസ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഹൈറ്റ് ബോഡി കിട്ടിയപ്പോൾ ഇങ്ങനെ എൻ്റെ ഫേസിൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേഞ്ച് ആവണം. ഇനിയിപ്പോൾ ഞാൻ ബൺ ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോഴും ഐബ്രോസ് എൻ്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള റോള് നമ്മുടെ ഐബ്രോസിനുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിലിരുന്ന് നാച്ചുറലി അതിൻ്റെ ടെക്നിക്ക് കറക്റ്റ് വേയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഇപ്പോൾ പാർലർ ആ കാര്യം ആരെങ്കിലും ഒന്നും വന്നില്ലെങ്കിലും നമുക്കത് മാനേജ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫങ്ഷനോ പാർട്ടിക്കൊക്കെ ഇങ്ങനെ റെഡിയായി പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇനിയും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസായി വരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയൂ വീഡിയോ. ഇനി ഇതേപോലത്തെ കുറേ വീഡിയോസ് ട്യൂട്ടോറിയൽസായിട്ട് വരാം കേട്ടോ. ഇതാണ് എൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ഐബ്രോ ലുക്ക്. 2 ഐബ്രോസും നാച്ചുറലി ഒരു ഡാർക്ക് കളർ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫേസിന് ചേരാവുന്ന വിധത്തിലായിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഒട്ടും പ്ലക്ക് ചെയ്യാത്ത 3 മാസമായിട്ട് പ്ലക്ക് ചെയ്യാത്ത ഐബ്രോണ് ഇതിനിപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ ഒരു ഐബ്രോ ടെക്നിക്ക്, ഫില്ലിംഗ് ടെക്നിക്ക് ത്രൂ. ഇപ്പം ത്രെഡ് ചെയ്തില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബൈ.